മാഡം, മാഡം എന്നെ കാണുന്നത് ഈ കുടുംബത്തിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരുത്തിയായിട്ടാ. ഒരിക്കൽ പോലും ഒരു നല്ല വാക്കോ ഒരു നോട്ടോ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് എന്റെ നേർക്കും ഉണ്ടായിട്ടില്ല. അതെനിക്ക് കുറച്ച് അഭിമാനമുള്ളതുകൊണ്ടാ. അതെ മാഡം, മാഡത്തിന് അഭിമാനവും അന്തസ്സും ഒക്കെ ഉണ്ട്. പക്ഷെ മറ്റാർക്കും അതില്ലെന്ന് മാഡം കരുതരുത്. മാഡത്തിന്റെ കണക്കില് സുദേവൻ മാഡത്തിന്റെ തോട്ടത്തില് പണിയെടുക്കുന്ന വെറും ഒരു കൂലിക്കാരനാ. പക്ഷെ ആ കൂലിക്കാരന് അയാളുടേതായ അന്തസ്സ് കാണില്ലേ? അയാളുടെ കുടുംബത്തിന് അയാളുടേതായ അഭിമാനം കാണില്ലേ? എപ്പോഴും എന്നെ തെറ്റുകാരി എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്ക, ഞാൻ ചെയ്ത തെറ്റെന്താ? വിവാഹ മണ്ഡപത്തില് ജോലി ചെയ്യാൻ മാഡം എന്നെ വിളിച്ചപ്പോ ഞാൻ അവിടെ വന്നു. ഞാനും എന്റെ അച്ഛനും കഷ്ടപ്പെട്ട് അവിടെ പണിയെടുത്തു. അതിനിടയില സൂര്യ സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അത് ഞാൻ പറഞ്ഞിട്ടാണോ മാഡം? എന്റെ അച്ഛൻ പറഞ്ഞിട്ടാണോ? മാഡത്തിന്റെ കുടുംബം അതോടെ തകർന്നു പോയെന്ന് മാഡത്തിന് പറയാം. പക്ഷെ എന്റെ ജീവിതം അവിടെ വെച്ച് തകർന്നു പോയത് മാഡം കണ്ടില്ല. അവിടുന്ന് അങ്ങോട്ട് എന്റെ ജീവിതം എന്തായിരുന്നു എന്ന് മാഡം കണ്ടില്ല. ഒരു യന്ത്രപാവ പോലെ അല്ലായിരുന്നോ മാഡം ഞാൻ? ഈ വീട്ടില് എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ജോലികളും മുഴുവനും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരാവശ്യവും പറഞ്ഞ് ഒരാളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് ചീത്ത കേൾക്കേണ്ടി വന്നപ്പോ പോലും എതിരായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പിന്നെ എന്താ മാഡം ഞാൻ ചെയ്ത തെറ്റ്? എന്റെ അച്ഛനെയും അനുജത്തിമാരെയും അടക്കം നിങ്ങൾ കൂട്ടി പറഞ്ഞ് ആഘോഷിക്കുമ്പോ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്ന് ഞാൻ കരയാറില്ലേ? നിങ്ങളിൽ പലരും എന്നെ കൈനീട്ടി അടിച്ചപ്പോ പോലും ഒരു പ്രതികരണം ഇല്ലാതെ ഞാൻ നിന്നു. മാഡം പറയുന്നത് ശരിയാ. ഈ വീട്ടിൽ ഞാൻ കണ്ട ഭക്ഷണം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലാത്തതാ. അത്രയും വില പിടിച്ച ഭക്ഷണങ്ങൾ വാങ്ങിത്തരാൻ എന്റെ അച്ഛൻ സുദേവന് കഴിവില്ലായിരുന്നു. ഞാനും അതൊന്നും കഴിച്ചിട്ടില്ല. എന്റെ വീട്ടിലെ അനുജത്തിമാരും കഴിച്ചിട്ടില്ല. മാഡത്തിനറിയോ, ഓരോ ദിവസവും ഈ വീട്ടിലെ ബാക്കിയാവുന്ന കുന്നുകണക്കിന് ഭക്ഷണം കൊണ്ട് കൊട്ടിക്കളയുമ്പോ പലതവണ രാജുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വേണമെങ്കിൽ അനുജത്തിമാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. ഞാൻ സമ്മതിച്ചിട്ടില്ല മാഡം. കാരണം ഇവിടുത്തെ ഒരു വറ്റുണ്ണാൻ അവർക്ക് യോഗ്യതയില്ലെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാവുന്നതാ എനിക്ക്. എന്റെ നാട്ടില് മാഡത്തിന്റെ ബന്ധു കാർത്തികേയൻ പറഞ്ഞു പരത്തിയിരിക്കുന്ന എന്താണെന്നറിയോ? സൂര്യസാറിന്റെ സ്വത്തും സമ്പാദ്യവും മോഹിച്ച് ഞാൻ കരുതി കൂട്ടി സൂര്യസാറിനെ വളച്ചെടുത്തു. എന്റെ അനുജത്തിമാരെ റോഡിൽ നിർത്തി നാണം കെടുത്തിയിട്ടുണ്ട് ഇതേ കാര്യം പറഞ്ഞ്. അവരും മനുഷ്യരല്ലേ മാഡം? മാഡം മക്കളെ സ്നേഹിക്കുന്ന പോലെ കൂലിപ്പണിക്കാരനായ സുദേവനും മക്കളെ സ്നേഹിക്കാൻ അവകാശമില്ലേ? ഇറങ്ങാൻ നേരത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ബാഗ് ഇത് തുറന്ന് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. കാരണം നിങ്ങളുടെ കണക്കിന് പണമായിട്ടും സ്വർണമായിട്ടും കോടിക്കണക്കിന് കൊണ്ടുപോകുന്നവളാണല്ലോ നന്ദിനി. പരിശോധിക്കാം. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. നീ ഒന്ന് ഇറങ്ങി തന്നാ മതി. മാഡം, മാഡത്തിന്റെ മക്കൾക്ക്, പ്രത്യേകിച്ച് മാഡത്തിന്റെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ മാഡം കാണിക്കുന്ന വെപ്രാളം ഞാൻ കാണുന്നതാ. ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ഒരു കുരുക്ക് പോലെ ഒരു താലി എന്റെ കഴുത്തിൽ വീണിട്ട് ശ്വാസം മുട്ടി പിടയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാനിവിടെ ജീവിച്ചിട്ട്